ഹായ്, ഈ വീഡിയോ കോച്ചസിനുള്ളതാണ്. കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ കോച്ചസ് ഉപയോഗിക്കേണ്ട ഒരു ടെക്നിക്കിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇപ്പോൾ ബാറ്റിങ്ങിലാണെങ്കിൽ ഷോട്ട്സ് എന്ന് പറയാം, ബോളിങ്ങിലാണെന്നുണ്ടെങ്കിൽ ബോളിംഗ് ടെക്നിക്സ് എന്ന് പറയാം. ഇപ്പോൾ ഫീൽഡിങ്ങിലാണെങ്കിലും ഫീൽഡിംഗ് ടെക്നിക്സ് പഠിപ്പിക്കുമ്പോൾ ഓരോ കാര്യവും പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡുണ്ട്. അത് കുട്ടികളിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡുണ്ട്. അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഞാൻ ഫോളോ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഐഡിയാസ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. ഐഡിയാസ് എന്ന് പറയുമ്പോൾ IDEAS, ഈ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുള്ളൊരു മെത്തേഡാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് I എന്ന് പറയുന്ന ലെറ്ററാണ്. I എന്ന് പറയുന്ന ലെറ്ററിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ് ഇൻട്രഡ്യൂസ് ദ സ്കിൽ എന്നുള്ളതാണ്. സോ ഇൻട്രഡ്യൂസ് ദ സ്കില്ലിൽ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ എന്ത് പഠിക്കാൻ പോകണമെങ്കിൽ, ഇപ്പം ഞാൻ എക്സാമ്പിൾ ഒരു ബാറ്റിംഗ് ആയിട്ട് പറയുവാണെങ്കിൽ ഇൻട്രഡ്യൂസ് ദ സ്കിൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ബാറ്റിങ്ങിൽ ഒരു ഷോട്ടാണ് പഠിപ്പിക്കണമെങ്കിൽ, ഇപ്പോൾ ഫ്രണ്ട് ഫുട്ട് ഡ്രൈവ് എന്ന് പറയുന്ന ഒരു ഷോട്ടാണ് നമ്മൾ പഠിപ്പിക്കണമെന്ന് നമ്മൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ആ ഷോട്ടിനെ കുറിച്ചിട്ട് നമ്മളൊരു ഇൻട്രഡക്ഷൻ നമ്മൾ കൊടുക്കുക. അതിനെ ഒന്ന് ഇൻട്രഡ്യൂസ് ചെയ്ത് കുട്ടികൾക്ക് എന്തിനാണ് ആ ഷോട്ട് കളിക്കുന്നത്, ഏത് ബോളിനെയാണ് കളിക്കുന്നത്, അതിനെ എവിടേക്കൊക്കെ കളിക്കാം, ഇങ്ങനെയുള്ള ജസ്റ്റ് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു നോളജ് അവർക്ക് ഇൻട്രഡ്യൂസ് ചെയ്യാന്നുള്ളതാണ് I കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അവർക്ക് ആ ഷോട്ട് എന്തിനാണെന്നും അതിനെക്കുറിച്ചിട്ടുള്ളൊരു ബേസിക് ഐഡിയ അവർക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത്തെ ലെറ്റർ നോക്കാൻ പോകുന്നത് D ആണ്. D എന്ന് പറയുമ്പോൾ ഡെമോൺസ്ട്രേറ്റ് ദ സ്കിൽ എന്നാണ്. എന്ന് പറയുമ്പോൾ ആ ഷോട്ട് നമ്മളിപ്പോൾ ഒരു ഫ്രണ്ട് ഫുട്ട് ഡ്രൈവ് ആണ് പഠിപ്പിക്കണമെങ്കിൽ ആ ഷോട്ടിനെ നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുക. കോച്ചസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുമ്പോൾ കുട്ടികൾക്ക് അതിനെക്കുറിച്ച് കുറച്ചും കൂടി കൂടുതൽ ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ കിട്ടും. സോ അങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് ചെയ്യാന്നുള്ളതാണ് ഡിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ലെറ്റർ E ആണ്. E എന്ന് പറയുമ്പം എക്സ്പ്ലെയിൻ ദ കീ പോയിന്റ്സ് എന്നാണ്. എന്ന് പറയുമ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന ഷോട്ടിൻ്റെ ആയാലും ടെക്നിക്സിൻ്റെ ആയാലും കീ പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളതാണ് നമ്മൾ E കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ലെറ്റർ നമ്മൾ നോക്കാൻ പോകുന്നത് A ആണ്. A എന്ന് പറയുമ്പോൾ അറ്റൻഡ് ദ പ്ലേയേഴ്സ് ആസ് ദേ പെർഫോം ദ സ്കിൽ എന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്താണെന്ന് ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേയേഴ്സിനെ കൊണ്ട് നമ്മൾ ഇൻട്രഡ്യൂസ് ചെയ്ത സ്കില്ല് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് അതിനകത്ത് അവർക്ക് വരുന്ന ചെറിയ ചെറിയ കറക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ഫ്രണ്ട് ഫുട്ട് ഡ്രൈവ് ആണ് ചെയ്യിപ്പിക്കണമെങ്കിൽ അതിനകത്ത് ഇപ്പോൾ ബാറ്റ് ലിഫ്റ്റ് ചെയ്യുന്നതിലോ ബാറ്റ് ഫ്ലോയിലോ അല്ലെങ്കിൽ ബാറ്റ് ആഫ്റ്റർ ദ ഷോട്ട് ബാറ്റ് ഹോൾഡ് ചെയ്യുന്നതിലോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ അവർക്ക് പ്രോബ്ലംസ് ഉണ്ടെന്ന് നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അപ്പോൾ തന്നെ നിന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ അവർക്ക് മുന്നോട്ടുള്ള സെഷൻസിലും അത് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അവരുടെ മിസ്റ്റേക്സ് അവർ അറിയണം, എന്തൊക്കെയാണ് പ്രോബ്ലം മെയിനായിട്ട് വരുന്നതെന്നുള്ളത്. സോ അതൊന്ന് ജസ്റ്റ് അതിൻ്റെ കൂടെ തന്നെ ചെയ്യിപ്പിക്കുന്ന സമയത്ത് തന്നെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ A കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഐഡിയാസ് മെത്തേഡിലെ ലാസ്റ്റ് ലെറ്റർ ആയിട്ടുള്ള S ആണ് നമ്മൾ ലാസ്റ്റ് നോക്കാൻ പോകുന്നത്. സോ ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് സമ്മറൈസ് ദ കീ പോയിന്റ്സ് എന്നുള്ളതാണ്. എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവരെ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും അവർക്ക് മനസ്സിലായി കാണും. പക്ഷെ എന്നാലും ഇതിനകത്ത് നമ്മളിപ്പോൾ ഒരു ഷോട്ടാണ് പഠിപ്പിക്കണമെങ്കിൽ അതിനകത്ത് ഏറ്റവും കീ പോയിന്റ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യുക എല്ലാവരോടും. അപ്പോൾ അവർക്ക് മുന്നോട്ടുള്ള ഫ്യൂച്ചർ പ്രാക്ടീസിലും അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് കിട്ടും. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവർക്ക് കോച്ചസുമായിട്ട് പിന്നീട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് ഐഡിയാസ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്കും യൂസ്ഫുൾ ആവും എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇതിൽ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കാവുന്നതാണ്. ഞാൻ അതിന് മാക്സിമം റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. ബൈ.